സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഈ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ് 6 മാർക്കാണ്. ഫോക്കസ് ഏരിയ നോക്കുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വാരിയൻസുമാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നമുക്ക് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 6 മാർക്കിന്റെ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കും. ആ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഒരു ചോദ്യമായിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത് 2 രീതിയിലാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഒന്ന്, കുറേ ഒബ്സർവേഷൻസുകൾ തന്നിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് മീൻ കണ്ടുപിടിക്കുക, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കുക, വാരിയൻസ് കണ്ടുപിടിക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. 2, ഒബ്സർവേഷൻസുകൾ തരും, അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസികൾ തരും. ഇത് 2 രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. ഒബ്സർവേഷൻസുകൾ തന്ന് ഫ്രീക്വൻസി തരിക എന്ന് പറയുന്നതും ക്ലാസ് ഇൻ്റർവെല്ലുകൾ തന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി തരിക എന്ന് പറയുന്നതും. ഈ 2 രീതിയിലും ക്വസ്റ്റ്യൻസുകൾ തന്നിട്ട് മീൻ കണ്ടുപിടിക്കുക, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക, വാരിയൻസ് കണ്ടുപിടിക്കുക, ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. ഇതിലെ ആദ്യത്തെ വിഭാഗത്തിനെ നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്നാണ് പറയുക. അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ കുറേ ഒബ്സർവേഷൻസുകൾ മാത്രമാണ് ഉണ്ടായിരിക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ബാക്കി ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഒബ്സർവേഷൻസുകളോടൊപ്പം തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്ന കാര്യം തരും, അതിൻ്റെ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. അപ്പോൾ ഫ്രീക്വൻസി നിലനിൽക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ എന്താണ്? ഗ്രൂപ്പ്ഡ് ഡാറ്റയിലാണ്. നമുക്ക് ആദ്യം അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഫോർമുലാസുകൾ ആദ്യം ഒന്ന് ലിസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഗ്രൂപ്പ്ഡ് ഡാറ്റയിലേക്ക് പോവാം, അതിൻ്റെ ഫോർമുലാസുകൾ ലിസ്റ്റ് ചെയ്യാം. അതിനുശേഷം അവയുടെ ക്വസ്റ്റ്യൻസുകളിലേക്ക് നമുക്ക് പോയി നോക്കാം. അപ്പോൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ കാര്യമാണ് ആദ്യം നമ്മൾ പറയുന്നത്. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ ആദ്യം അറിയേണ്ടത് n എന്ന് പറയുന്ന ഒരു കാര്യമാണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറയുന്ന കാര്യമാണ്. നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അഥവാ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡാറ്റകൾ, അതിൻ്റെ എണ്ണമാണ് n എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇവിടെ ഫോർമുല ആയിട്ട് പഠിക്കേണ്ടത് മീൻ എന്ന് പറയുന്നത്, മീനിനെ നമ്മൾ എക്സ് ബാർ എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുക. മീൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഫോർമുല സിഗ്മ എക്സ് ഐ ബൈ എൻ. എക്സ് ഐകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവേഷൻസുകളാണ്, എൻ എന്ന് പറയുന്നത് ഒബ്സർവേഷൻസിന്റെ എണ്ണമാണ്. സിഗ്മ എക്സ് ഐ എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻസുകളെല്ലാം ആഡ് ചെയ്യുക. അപ്പോൾ കുറേ ഒബ്സർവേഷൻസുകൾ തന്നിട്ട് മീൻ കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാം ആഡ് ചെയ്യുക, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. ഈ ഒരു കാര്യത്തിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. ഇത് കണ്ടെത്താനുള്ള ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ബൈ എൻ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കണമെങ്കിൽ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ പഠിക്കേണ്ട ഫോർമുല എന്താണ്? സിഗ്മ മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ. അതായത് n എന്ന് പറയുന്ന കാര്യം നമുക്കറിയണം, എക്സ് ബാർ എന്ന് പറയുന്ന കാര്യം നമുക്കറിയണം, എക്സ് ഐ മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കണം, അതിൻ്റെ മോഡുലസ് കാര്യം എടുക്കണം, അതിനുശേഷം എല്ലാം ആഡ് ചെയ്യണം. ക്വസ്റ്റ്യൻസുകളിലേക്ക് പോകുമ്പോൾ വിശദമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ തൽക്കാലം ഫോർമുല മാത്രം ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറയുന്നത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ സിഗ്മ മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ബൈ എൻ. അടുത്തത് വാരിയൻസ് എന്ന് പറയുന്ന കാര്യം. വാരിയൻസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ഫോർമുല. സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഇതിൽ എക്സ് ബാർ എന്ന് പറയുന്നത് തൊട്ട് മുകളിൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫോർമുല എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി n എന്ന് പറയുന്നത് അതും പറഞ്ഞിട്ടുണ്ട്, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എക്സ് ഐ സ്ക്വയർ ആണ് ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. എക്സ് ഐകൾ എന്താന്നുള്ളത് ക്വസ്റ്റ്യൻ തരുമ്പോൾ അതിൽ കാണുന്ന ഓരോ ഒബ്സർവേഷൻസുകളും എക്സ് ഐകളാണ്. അതിനെ സ്ക്വയർ ചെയ്താൽ കിട്ടുന്നതാണ് എന്ത് വരുന്നത്? എക്സ് ഐ സ്ക്വയർ വരുന്നത്. അതെല്ലാം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സിഗ്മ എക്സ് ഐ സ്ക്വയർ. പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഒന്നുകൂടി ഭയങ്കര ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നതിനെ സിഗ്മ എന്ന് പറഞ്ഞ നൊട്ടേഷനാണ് കൊടുക്കുക.
ഇത് പറയുന്ന കാര്യത്തിലേ ഉള്ളൂ. പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് വാരിയൻസ് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ റൂട്ട് ഓഫ് വാരിയൻസ് എന്ന് മാത്രമേ ഞാൻ അവിടെ എഴുതുന്നുള്ളൂ. ശരിക്കും പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് വാരിയൻസ് ഈസ് കാൾഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതാണ് അതിന്റെ ഡെഫിനിഷൻ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ ഫോർമുല ആയിട്ട് വേണ്ടത്. ഒന്നുകൂടി ശ്രദ്ധിക്കാം. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. മീൻ എന്ന് പറയുന്നത് സിഗ്മ xi ബൈ n ആണ്. ഒബ്സർവേഷൻസ് എല്ലാം ആഡ് ചെയ്യുക, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ മോഡുലസ് xi മൈനസ് x ബാർ ബൈ n. വാരിയൻസ് കണ്ടുപിടിക്കണമെങ്കിൽ സിഗ്മ xi സ്ക്വയർ ബൈ n മൈനസ് x ബാർ ഹോൾ സ്ക്വയർ. ഈ ഫോർമുലയ്ക്ക് നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതി. അത് ഓരോ ക്വസ്റ്റ്യൻസുകൾ ചെയ്യുമ്പോഴും എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളത് നിങ്ങൾ വിശദമായി നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ ചാപ്റ്ററിലെ 6 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? വാരിയൻസിന്റെ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ആണ്. അപ്പോൾ റൂട്ട് ഓഫ് വാരിയൻസ് എന്ന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത്. ഇനി നമുക്ക് ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ ഫോർമുലകളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഗ്രൂപ്പ് ഡാറ്റകൾ എങ്ങനെയാണ് കാണുക എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒബ്സർവേഷൻ തരും, അതിന്റെ ഫ്രീക്വൻസി തരും, അല്ലെങ്കിൽ ക്ലാസ് ഇന്റർവൽ തരും, അതിന്റെ ഫ്രീക്വൻസി തരും. ഇവിടെ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ ഒന്ന് ക്യാപിറ്റൽ N എന്ന് പറയുന്നത്, ക്യാപിറ്റൽ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസികളുടെ തുകയാണ്. ഒബ്സർവേഷനും ഫ്രീക്വൻസിയും തരും. ആ ഫ്രീക്വൻസികളുടെ തുകയാണ് എന്ത് വരുന്നത്? ക്യാപിറ്റൽ N എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ മീൻ എന്ന് പറയുന്ന കാര്യം എക്സ് ബാർ കണ്ടുപിടിക്കണമെങ്കിൽ ഉപയോഗിക്കുന്ന ഫോർമുല സിഗ്മ xi fi ബൈ ക്യാപിറ്റൽ N. അപ്പൊ xiകളും fi-കളും നമുക്ക് തന്നിട്ടുണ്ടാവും. xi fi എന്ന് പറയുന്ന പുതിയൊരു കോളം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ xi fi-കളെല്ലാം ആഡ് ചെയ്യുന്നു. അതിനെ ക്യാപിറ്റൽ N കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മീൻ എന്ന് പറയുന്ന ആശയം കിട്ടുന്നു. ഫ്രീക്വൻസി തരുന്ന ക്വസ്റ്റ്യൻസുകളിലെല്ലാം മീൻ കണ്ടുപിടിക്കാൻ ഈ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. വെറുതെ ഒബ്സർവേഷൻസ് ആഡ് ചെയ്ത് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തൊന്നും ചെയ്യരുത്. ഫ്രീക്വൻസി തരുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം ഗ്രൂപ്പ്ഡ് ഡാറ്റയിലാണ് വരിക. അങ്ങനെയാണെങ്കിൽ അവിടെ മീൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഫോർമുല മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അടുത്തത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ സിഗ്മ fi ഇൻറ്റു മോഡ് xi മൈനസ് x ബാർ ബൈ ക്യാപിറ്റൽ N. തൊട്ട് മുമ്പത്തെ ഫോർമുലയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ഫ്രീക്വൻസി ഉണ്ടായിരുന്നില്ല അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ ഫ്രീക്വൻസി വരുന്നു. അപ്പോൾ ഫോർമുലയിലുള്ള വ്യത്യാസം എന്താണ്? അവിടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറയുന്നത് സിഗ്മ മോഡ് xi മൈനസ് x ബാർ ബൈ n ആയിരുന്നു. പക്ഷെ ഫ്രീക്വൻസി ഉള്ളതിലേക്ക് വരുമ്പോൾ എന്തായി മാറുന്നു? സിഗ്മ fi ഇൻറ്റു മോഡ് xi മൈനസ് x ബാർ ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നതായി മാറുന്നു. അടുത്തത് വാരിയൻസ് എന്ന് പറയുന്നത്, വാരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ xi സ്ക്വയർ fi ബൈ ക്യാപിറ്റൽ N മൈനസ് x ബാർ ഹോൾ സ്ക്വയർ. ഫോർമുലയിലുള്ള വ്യത്യാസം എന്താണ്? അവിടെ സിഗ്മ xi സ്ക്വയർ ബൈ n മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ടൈം ആയിട്ട്. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ എന്ത് വരും? സിഗ്മ xi സ്ക്വയർ fi ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N മൈനസ് x ബാർ ഹോൾ സ്ക്വയർ. എങ്ങനെയാണ് x ബാർ കണ്ടുപിടിക്കുക എന്നൊക്കെ നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത് തൊട്ട് മുൻപേ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നതിനെ സിഗ്മ എന്ന് പറഞ്ഞു കൊടുക്കാം. വാരിയൻസിന്റെ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ആയിട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ ഇത്ര കാര്യങ്ങളാണ് വരുന്നത്. ഇനി നമ്മൾക്ക് ഇവയുടെ ക്വസ്റ്റ്യൻസുകളിലേക്ക് ഒന്ന് പോവാം. ആദ്യം നമ്മൾ ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ മീൻ കാണാനും മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണാനും വാരിയൻസ് കാണാനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ ക്വസ്റ്റ്യൻസുകളിലേക്ക് പോകുന്നു. ആദ്യ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഈ ഒരു രീതിയിലാണ് ഗ്രൂപ്പ്ഡ് ഡാറ്റയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ഇവിടെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ മീൻ കാണാൻ ക്വസ്റ്റ്യൻ വരാറുണ്ട്. മീൻ കണ്ടുപിടിക്കാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. വാരിയൻസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ ഡാറ്റകൾ ഉണ്ടാവുക എന്നുള്ളത് തൊട്ട് താഴെ നോക്കിയാൽ മനസ്സിലാവും. ജസ്റ്റ് ഡാറ്റകൾ കോമയിട്ട് വേർതിരിച്ചിങ്ങനെ തന്നിട്ടുണ്ടാവും. ഇതാണ് ഒബ്സർവേഷൻസുകൾ മാത്രം തരിക എന്നുള്ളത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. ഇങ്ങനെ കുറച്ച് ഒബ്സർവേഷൻസുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് തന്നിട്ട് മീൻ കണ്ടുപിടിക്കണം. ഞാൻ ഓരോന്നോരോ സബ് ക്വസ്റ്റ്യൻ ആകുന്ന പോലെ പറയുകയാണ്. അപ്പോൾ ഒന്നാമത്തേതിൽ മീനാണ് കണ്ടുപിടിക്കാറുള്ളത്. മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ xi ബൈ n. സിഗ്മ xi എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒബ്സർവേഷൻസുകളെല്ലാം ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്ന സമയത്ത് 6 + 7 13 വരും. 23 35 48 52 60 72 ബൈ ഒബ്സർവേഷൻസിന്റെ എണ്ണം 2 4 6 8 72 ബൈ 8. ആൻസർ എത്ര വരും? 9 വരും. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ല ഉദ്ദേശിക്കുന്നത്. ഇതേ മോഡലിൽ ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും
നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസുകളെല്ലാം ആഡ് ചെയ്യാം. കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. ഞാനിവിടെ കാൽക്കുലേറ്റർ ഇല്ലാതെയാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കുക, എല്ലാ നമ്പേഴ്സും നമ്മൾ ആഡ് ചെയ്യുക. ആ ആഡ് ചെയ്ത് കിട്ടിയ നമ്പർ മുകളിൽ എഴുതുക. താഴെ ഒബ്സർവേഷൻസിന്റെ എണ്ണം 2, 4, 6, 8. ഒബ്സർവേഷന്റെ എണ്ണം എന്താണോ അത് നോക്കുക, ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടുന്നു? 9 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നു. ഇപ്പൊ നമുക്ക് എക്സ് ബാർ എന്ന് പറയുന്ന കാര്യം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകുമ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ് വേണ്ടത്. ഇത്തരം ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് XI എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്ന ഡാറ്റകൾ താഴേക്ക് ഇങ്ങനെ എഴുതുക. 6, 7, 10, 12, 13, 4, 8, 12 തന്ന ഡാറ്റകൾ നേരെ താഴേക്ക് ഇങ്ങനെ എഴുതുക. ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് മോഡുലസ് XI മൈനസ് എക്സ് ബാർ എന്ന് പറയുന്ന ഒരു കോളം ക്രിയേറ്റ് ചെയ്യാണ്. നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവണത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ് കാണേണ്ടതെങ്കിൽ XI എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അതേ കാര്യം, അത് താഴേക്ക് ഇങ്ങനെ എഴുതുക. അടുത്ത കോളം ഏതാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? മോഡുലസ് XI മൈനസ് എക്സ് ബാർ. മോഡുലസ് XI മൈനസ് എക്സ് ബാർ എന്ന് പറയുന്ന ആ ഒരു കോളത്തിലെ ഡാറ്റകൾ കിട്ടുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് ഇതാണ്. XIകൾ എക്സ് ബാർ എന്ന് പറയുന്നത് 9 ആണെന്ന് നമുക്കറിയാം. എല്ലാ ഒബ്സർവേഷനിൽ നിന്നും 9 മൈനസ് ചെയ്യാം. 9 മൈനസ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് ചില സന്ദർഭങ്ങളിൽ വരും, എന്നാലും നമ്മൾ പോസിറ്റീവ് എഴുതാൻ പാടും. കാരണം നമ്മളിവിടെ ഓൾറെഡി മോഡുലസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. 6 മൈനസ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 ആണ്, പക്ഷെ ഇവിടെ എന്ത് എഴുതിയാൽ മതി? 3 എഴുതിയാൽ മതി. 7 മൈനസ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 ആണ്, ഇവിടെ 2 എഴുതിയാൽ മതി. 10 മൈനസ് 9 എന്ന് പറയുന്നത് 1 ആണ്. 12 മൈനസ് 9 എന്ന് പറയുന്നത് 3 ആണ്. 13 മൈനസ് 9 എന്ന് പറയുന്നത് 4 ആണ്. 4 മൈനസ് 9 എന്ന് പറയുന്നത് -5 ആണ്, പക്ഷെ നമ്മളിവിടെ 5 ആണ് എഴുതേണ്ടത്. 8 മൈനസ് 9 എന്ന് പറഞ്ഞാൽ -1 ആണ്, പക്ഷെ നമ്മളിവിടെ 1 ആണ് എഴുതേണ്ടത്. 12 മൈനസ് 9 എന്ന് പറയുന്നത് 3 ആണ്. ഇതിന്റെ ഫോർമുല ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറഞ്ഞാൽ സിഗ്മ മോഡുലസ് XI മൈനസ് എക്സ് ബാർ ബൈ n. ഇവിടെ മോഡുലസ് XI മൈനസ് എക്സ് ബാർ എന്ന് പറയുന്ന കോളം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സിഗ്മ എന്ന് പറയുന്ന കാര്യം ഫോർമുലയിൽ അതിന്റെ ലെഫ്റ്റ് സൈഡ് കാണാം. ഈ സിഗ്മ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കോളത്തിൽ കാണുന്ന നമ്പറുകളെല്ലാം എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 3 + 2 5, 6, 9, 13, 18, 19, 22. ഈ കിട്ടിയ ആൻസർ ആണ് എന്തായിട്ട് വരുന്നത്? സിഗ്മ മോഡ് XI മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ആൻസർ എങ്ങനെ എഴുതാം? 22/n എന്ന് പറയുന്നത് ഒബ്സർവേഷന്റെ എണ്ണമാണ്. തൊട്ട് മുന്നേ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് 8 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. വിച്ച് ഇസ് ഈക്വൽ ടു 2.75. കാൽക്കുലേറ്റർ എടുക്കുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 2.75 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെ ഡാറ്റകൾ തന്നിട്ട് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണാൻ ഇത്രയാണ് ചെയ്യേണ്ടത്. XI എന്ന് പറയുന്ന ഒരു കോളം ആദ്യം ക്രിയേറ്റ് ചെയ്യുക. മോഡുലസ് XI മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞ രണ്ടാമത്തെ കോളം ക്രിയേറ്റ് ചെയ്യുക. ഇതിലെ എല്ലാ നമ്പറുകളും ആഡ് ചെയ്യുക. ഈ ഒരു കോളം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം എന്താണ്? ഓരോ ഒബ്സർവേഷനിൽ നിന്നും എക്സ് ബാർ എന്താണോ കിട്ടിയത് അത് മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആൻസറുകൾ മൈനസ് ചെയ്യുമ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാലും നമ്മളത് പോസിറ്റീവ് ആക്കി എഴുതാൻ പാടും. അതിന്റെ കാരണം എന്താണ്? മോഡുലസ് XI മൈനസ് എക്സ് ബാർ ആണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ അത് ചെയ്തു പഠിക്കുക. ഇനി മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് വാരിയൻസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞുള്ള കാര്യമാണ്. ഈ വാരിയൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് ഫോർമുല ഒന്ന് വരണം. ഫോർമുലയിൽ പറയുന്നത് വാരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ XI സ്ക്വയർ ബൈ n മൈനസ് എക്സ് ബാർ സ്ക്വയർ ആണ്. ഇതിലെ എക്സ് ബാർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. നമുക്ക് 9 ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എക്സ് ബാറിന് പകരം 9 കൊടുത്താൽ മതി. n എന്ന് പറയുന്നത് 8 ആണെന്ന് പറയാം. നമുക്ക് വേണ്ടത് സിഗ്മ XI സ്ക്വയർ എന്ന് പറയുന്ന കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് XI എന്ന് പറയുന്ന കോളം 6, 7, 10, 12, 13, 4, 8, 12. അടുത്ത കാര്യം എന്താ വേണ്ടത്? XI സ്ക്വയർ എന്ന് പറയുന്ന കാര്യമാണ്. XI സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ നമ്പറുകളെല്ലാം സ്ക്വയർ ചെയ്ത് എടുക്കുക. 6 സ്ക്വയർ 36, 49, 100, 144, 169, 16, 64, 144. എന്നിട്ട് നിങ്ങൾ എല്ലാതും ആഡ് ചെയ്യുക. കാരണം ഫോർമുലയിൽ സിഗ്മ എന്ന് പറയുന്ന കാര്യം കാണാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 722 ആയിരിക്കും. കാൽക്കുലേറ്റർ എടുത്തിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ വാരിയൻസ് എന്ന് പറയുന്ന കാര്യം കണ്ടെത്തുമ്പോൾ
സിഗ്മ എക്സ് ഐ സ്ക്വയറിന്റെ സ്ഥാനത്ത് 722 ബൈ n എന്ന് പറയുന്നത് ഒബ്സർവേഷന്റെ എണ്ണമാണ്, അത് 8 ആണെന്ന് നമുക്കറിയാം. എക്സ് ബാർ എന്ന് പറയുന്നത് 9 ആണ്, 9ന്റെ സ്ക്വയർ ആണ് അവിടെ നമ്മൾ എടുക്കേണ്ടത്. വിച്ച് ഇസ് ഈക്വൽ ടു 9.25. കാൽക്കുലേറ്റർ എടുത്തിട്ട് 722 ബൈ 8 എന്ന് പറയുന്ന കാര്യം കൊടുക്കുക, മൈനസ് 9 സ്ക്വയർ അഥവാ 81 എന്ന് പറയുന്ന കാര്യം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 9.25 എന്ന് പറയുന്നതാണ് കിട്ടുക. കാരണം ഇതിന്റെ ആൻസർ 90.25 ആണ് വരിക, മൈനസ് 81 എന്ന് പറയുമ്പോൾ 9.25 ആണ് ആൻസർ കിട്ടുക. ഇപ്പൊ കിട്ടിയിരിക്കുന്നത് വാരിയൻസ് ആണ്. നമുക്ക് ഇനി ഒരു കാര്യം കൂടി കണ്ടുപിടിക്കാനുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മയാണ്. സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് 9.25. എന്താണോ വാരിയൻസ് കിട്ടിയത് അതിന്റെ പോസിറ്റീവ് സ്ക്വയർ റൂട്ട്. റൂട്ട് 9.25 ഇസ് ഈക്വൽ ടു 3.04. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സബ് ക്വസ്റ്റ്യൻസുകളും എങ്ങനെ ചെയ്യാം എന്നതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരേ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ അധിക ക്വസ്റ്റ്യൻസുകൾ വരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് തന്നെയാണ് നമ്മൾ അതിന് കൊടുക്കുകയും ചെയ്യുന്നുള്ളൂ. എന്നാൽ ഈ ഒരു ചോദ്യത്തിലൂടെ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസുകളുടെയും ആൻസറുകളെ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മീൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു, വാരിയൻസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അതിനെ ബേസ് ചെയ്തിട്ട് ഇത്രയും ചോദ്യങ്ങൾ മാത്രമാണ് വരികയുള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ നമ്മൾക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു മോഡലാണ് ഇപ്പോൾ ബോർഡ് നോക്കിയാൽ കാണുന്നത്. ഫൈൻഡ് മീൻ, വാരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. താഴെ തന്നിരിക്കുന്ന ഡാറ്റയുടെ മീൻ കാണണം, വാരിയൻസ് കാണണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. ഇവിടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ മാത്രമേ നമ്മൾ പറയാത്തതുള്ളൂ. അത് അടുത്ത ക്വസ്റ്റ്യനിൽ വരുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാത്തത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഫോർമാറ്റ് നോക്കൂ നിങ്ങൾ. ഒബ്സർവേഷൻസുകൾ XIകൾ തന്നിട്ടുണ്ട്, കൂടാതെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസികൾ തന്നിട്ടുണ്ട്. ഈ രീതിയിൽ ചോദ്യങ്ങൾ വരാം. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മീൻ കണ്ടുപിടിക്കണം. മീൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഫോർമുല സിഗ്മ XIFI ബൈ ക്യാപിറ്റൽ N ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് XI എന്ന് പറയുന്നത് നേരെ താഴേക്ക് എഴുതാം. 5, 10, 15, 20, 25 നേരെ താഴേക്ക് എഴുതി. തൊട്ടടുത്ത് ഫ്രീക്വൻസികളാണ് FI എന്ന് പറയുന്ന കാര്യം 7, 4, 6, 3, 5. എക്സ് ബാർ കണ്ടെത്താനുള്ള ഫോർമുലയിൽ ക്യാപിറ്റൽ N എന്ന് പറയുന്ന കാര്യമുണ്ട്, അതായത് ഫ്രീക്വൻസികളുടെ തുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന നമ്പറുകളെല്ലാം ആഡ് ചെയ്യുക, എന്നിട്ട് ക്യാപിറ്റൽ N എന്ന് പറയുന്ന കാര്യം എഴുതുക. 7 + 4 11 വരും, 17 വരും, 20 വരും, 25 വരും. അപ്പോൾ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് 25 ആണ്. ഇനി വേണ്ടത് XIFI എന്ന് പറയുന്ന ഒരു കോളം ക്രിയേറ്റ് ചെയ്യുക. XIFI ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ആയി കാണുന്ന ഈ നമ്പറുകൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 7 35, 10 × 4 40, 15 × 6 90, 20 × 3 60, 25 × 5 125. ഇനി ഫോർമുലയിൽ എന്തുണ്ട്? സിഗ്മ XIFI ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാണുന്ന നമ്പറുകളെല്ലാം ആഡ് ചെയ്ത് എഴുതണം. ആ ആഡ് ചെയ്ത് എഴുതുന്നതാണ് സിഗ്മ XIFI എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. എല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 350 എന്ന് പറഞ്ഞ ആൻസർ കിട്ടുന്നു. കാൽക്കുലേറ്റർ എടുത്തിട്ട് നിങ്ങളെല്ലാം എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. കിട്ടുന്ന ആൻസർ 350 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ബാർ എന്ന് പറയുന്ന കാര്യം സിഗ്മ XIFI ബൈ ക്യാപിറ്റൽ N ഈക്വൽ ടു 350 ബൈ 25 which is equal to 14. ഇപ്പോൾ നമുക്ക് എക്സ് ബാർ എന്ന് പറയുന്ന കാര്യം കിട്ടിക്കഴിഞ്ഞു. അതായത് മീൻ എന്ന് പറയുന്നതിന്റെ ആൻസർ ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി വേണ്ടത് വാരിയൻസ് ആണ്. വാരിയൻസിന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? വാരിയൻസിന് ഞാൻ തൽക്കാലം V എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊടുക്കുകയാണ്. V ഈക്വൽ ടു വാരിയൻസിന്റെ ഫോർമുല എന്താ നമ്മൾ പറഞ്ഞത്? സിഗ്മ XI² ബൈ ക്യാപിറ്റൽ N മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഇതാണ് ഫോർമുല. അപ്പോൾ ആ ഫോർമുലയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ N നമുക്കറിയാം 25 ആണെന്ന് അറിയാം. എക്സ് ബാർ എന്ന് പറയുന്നത് 14 ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി വേണ്ടത് സിഗ്മ XI² ആണ്. അപ്പോൾ അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അടുത്ത കോളം XI² എന്ന് പറയുന്ന കോളമാണ്. അത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ XIFI എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട്. അതിനോടുകൂടി XI എന്ന് പറയുന്ന കാര്യം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഏതൊക്കെയാണ്? XIയും XIFIയും കൂടി എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആയി കാണുന്ന നമ്പറുകൾ ഏതൊക്കെ വരിക? 5 × 35 ആൻസർ കണ്ടുപിടിക്കണേ. 10 ×
10 into 40, ഞാൻ ഫോർമാറ്റ് ഒന്ന് എഴുതുകയാണ്. 15 into 90, 20 into 60, 25 into 125, 25 into 125. ഓരോന്നും കാൽക്കുലേറ്ററിൽ കൊടുക്കുക, അതിന്റെ ആൻസർ എഴുതുക. ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഫോർമുലയിൽ സിഗ്മ എക്സ് ഐ സ്ക്വയർ എഫ് ഐ എന്ന് പറയുന്ന കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സിഗ്മ എക്സ് ഐ സ്ക്വയർ എഫ് ഐ എന്ന് പറയുന്നത് 6250 ആണ്. എല്ലാം ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പൊ നമുക്ക് സിഗ്മ എക്സ് ഐ സ്ക്വയർ എഫ് ഐ ഉണ്ട്, ക്യാപിറ്റൽ എൻ ഉണ്ട്, എക്സ് ബാർ എന്ന് പറയുന്ന കാര്യം 14 ആണെന്ന് അറിയാം. നേരെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫോർമുലയിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഫോർമുലയിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ 6250 ബൈ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് 25 മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് 14 ആണ്. 14ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ടി വരിക. വിച്ച് ഇസ് ഈക്വൽ ടു 54. ഇപ്പോൾ വാരിയൻസ് എന്ന് പറയുന്നത് കിട്ടുന്ന ആൻസർ എത്രയാണ്? 54 ആണ്. കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്താൽ മതി. 6250 ബൈ 25 എന്ന് പറയുന്ന കാര്യം ചെയ്യുക, മൈനസ് 14 സ്ക്വയർ എന്ന് പറയുന്ന കാര്യം കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 54 എന്ന് പറയുന്ന ആൻസർ ആണ്. നമുക്കിനി വേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറയുന്നത് വാരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആണ്. അപ്പോൾ സിഗ്മ ഈക്വൽ ടു റൂട്ട് 54. റൂട്ട് 54 എന്ന് പറയുന്നത് 7.35 എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. എക്സ് ബാർ എന്ന് പറയുന്ന കാര്യം കണ്ടെത്താനുണ്ടായിരുന്നു. എക്സ് ബാർ കണ്ടെത്തി, വാരിയൻസ് കണ്ടെത്തി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ആശയം കണ്ടുപിടിച്ചു. അപ്പൊ ഇങ്ങനെ എക്സ് ഐകളും എഫ് ഐകളും തന്നിട്ട് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും മീൻ കണ്ടുപിടിക്കുന്നതും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നതും വാരിയൻസ് കണ്ടുപിടിക്കുന്നതും ഒക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യനിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, പരമാവധി ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് നോക്കുക. പലപ്പോഴും മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ. നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം വരിക, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കോളംസുകൾ പരസ്പരം അങ്ങോട്ടും മാറിപ്പോവുക, ഫോർമുല എന്ന് പറയുന്ന കാര്യം മറന്നുപോയി, നമ്മൾ എഡിറ്റ് ചെയ്ത ഫോർമുലാസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്ക് പെട്ടെന്ന് നഷ്ടമാവും. വളരെയധികം ശ്രദ്ധയോട് കൂടി വേണം സ്റ്റാറ്റിസ്റ്റിക്സിലെ ഓരോ ക്വസ്റ്റിൻ്റെയും സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അതിനെ നോക്കിക്കാണേണ്ടത്. ഗ്രൂപ്പ് ഡാറ്റയിൽ 2 രീതിയിൽ ചോദ്യം വരാം എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിലെ ആദ്യത്തെ മോഡൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ മോഡലാണ് അടുത്ത ചോദ്യമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ടേബിൾ തന്നിരിക്കുന്ന കാര്യം നോക്കി നോക്കൂ. ക്ലാസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണ്? ക്ലാസ് ഇന്റർവെല്ലുകളാണ് തന്നിരിക്കുന്നത്, അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസികളാണ് തന്നിരിക്കുന്നത്. ക്ലാസ് ഇന്റർവെല്ലും ഫ്രീക്വൻസിയും തന്ന രീതിയിലാണ് ഈ ഒരു ചോദ്യം കിടക്കുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഗ്രൂപ്പ് ഡാറ്റയിൽ നമ്മൾ ഏത് ഫോർമുലാസുകളൊക്കെയാണോ പഠിച്ചിരിക്കുന്നത് അതേ ഫോർമുലാസുകൾ തന്നെയാണ് ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരിക. നമുക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ കാണാനുണ്ട്? മീൻ കണ്ടെത്താനുണ്ട്, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കാനുണ്ട്, വാരിയൻസ് കണ്ടെത്താനുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെത്താനുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നിനും ഓരോ സബ് ക്വസ്റ്റ്യൻ പോലെ നമ്മളിവിടെ കൈകാര്യം ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മീൻ കണ്ടുപിടിക്കും, പിന്നെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണും, അത് കഴിഞ്ഞതിന് ശേഷം വാരിയൻസ് കാണും, അതിനുശേഷം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ആശയം കാണും. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ മുമ്പിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇതേപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും എങ്ങനെയാണോ മീൻ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണോ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വാരിയൻസും എങ്ങനെയാണോ കണ്ടുപിടിക്കുന്നത് അതേ രീതിയിലാണ് നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് ഒന്ന് പോവാം. ഈ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആൻസർ ഷീറ്റിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ തന്നിരിക്കുന്ന കാര്യത്തിന് താഴേക്ക് എഴുതുക. ക്ലാസ് എന്ന് പറയുന്നതും ഫ്രീക്വൻസി എന്ന് പറയുന്നത് താഴേക്ക് എഴുതുക. അതിൻ്റെ റൈറ്റ് സൈഡിൽ പുതിയ കോളംസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എപ്പോഴും ആൻസർ ഷീറ്റിലേക്ക് എഴുതുമ്പോൾ എന്ത് ചെയ്യുക? ക്ലാസ് എഴുതുക, താഴേക്ക് ആ ക്ലാസ് ഇൻ്റർവെല്ലുകൾ എഴുതിയെടുക്കുക, ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ആയ ഫ്രീക്വൻസി അതിനെ നേരെ എഴുതി വെക്കുക. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ പുതിയ കോളംസ് ക്രിയേറ്റ് ചെയ്യുന്നതും ആഡ് ചെയ്യുന്നത്, ഏതൊക്കെ കോളമാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ സൂചിപ്പിച്ച അതേപോലെ ഇപ്പോൾ ക്ലാസും ഫ്രീക്വൻസിയും എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രീക്വൻസികളുടെ തുക കണ്ടുപിടിക്കുക. ഫ്രീക്വൻസികളുടെ തുകയാണ് ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ഇതെല്ലാം ആഡ് ചെയ്യുക. 5 + 8 13 വരും, 28 വരും, 44 വരും, 50 വരും. അപ്പോൾ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് എത്ര വരുന്നു? 50 എന്ന് പറഞ്ഞ കാര്യം വരുന്നു. നമ്മൾക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ എക്സ് ബാർ എന്ന് പറയുന്ന കാര്യമാണ് കണ്ടുപിടിക്കാനുള്ളത്. ഒന്നാമത് ചെയ്യാനുള്ളത് എക്സ് ബാർ ആണ്. എക്സ് ബാറിന്റെ ഫോർമുല എന്താ? സിഗ്മ എക്സ് ഐ എഫ് ഐ ബൈ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്ന കാര്യമാണ്. ഇതിലെ ക്യാപിറ്റൽ എൻ 50 ആണെന്ന് അറിയാം. പിന്നെ എക്സ് ഐ എഫ് ഐ എന്ന് പറയുന്ന കാര്യം കിട്ടണം. ഈ എക്സ് ഐ എഫ് ഐ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസികൾ തന്നിട്ടുണ്ട്, അത് എഫ് ഐകളാണ്.
എക്സ് ഐകൾ എന്ന് പറയുന്ന കാര്യം അവിടെ ഇല്ല. അപ്പൊ എക്സ് ഐ എന്ന് പറയുന്ന കോളം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്ലാസ് ഇന്റർവെല്ലിന്റെ രണ്ട് എൻഡുകളിലായിട്ട് നിങ്ങൾ കാണുന്ന നമ്പറുകൾ ആഡ് ചെയ്യുക, അതിന്റെ പകുതി എടുക്കുക. ഇപ്പോൾ 0 + 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ് വരിക. 10ന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ് വരിക. 10 + 20 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ആണ് വരിക. 30 എന്ന് പറയുന്നതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് 15 ആണ്. 20 + 30 എന്ന് പറഞ്ഞാൽ 50 ആണ്. 50യുടെ പകുതി 25. അതുപോലെ 30 + 40 എന്ന് പറഞ്ഞാൽ 70 ആണ്. 70 എന്ന് പറയുന്നതിന്റെ പകുതി എടുക്കുന്ന സമയത്ത് 35. 40 + 50 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90 ആണ്. 90/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 45. ഇപ്പൊ നമ്മൾ എക്സ് ഐകൾ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് വേണ്ടത് എന്താ? എക്സ് ഐ എഫ് ഐ എന്ന് പറയുന്ന കോളം കിട്ടണം. എന്നിട്ട് അത് ആഡ് ചെയ്യണം. എക്സ് ഐ എഫ് ഐ എന്ന് പറയുന്ന കോളം ക്രിയേറ്റ് ചെയ്യാം. എക്സ് ഐ എഫ് ഐകൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ആയി കാണുന്ന ഈ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം പോരാ, ലാസ്റ്റ് അത് ആഡ് ചെയ്യുക കൂടി ചെയ്യണം. ആ മൾട്ടിപ്ലിക്കേഷന്റെ സ്റ്റെപ്പുകൾ വരുന്നത് എന്താണ്? 5 × 5 വരും. 8 × 15 എന്ന് പറഞ്ഞ കാര്യം വരും. 15 × 25 എന്ന് പറഞ്ഞ കാര്യം വരും. 16 × 35 എന്ന് പറയുന്ന കാര്യം വരും. 6 × 45 എന്ന് പറയുന്ന കാര്യം വരും. അങ്ങനെ സ്റ്റെപ്പുകൾ എഴുതി പറയുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാവുന്നത് കൊണ്ട് തന്നെ നേരിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം? അതിന്റെ ആൻസേഴ്സുകൾ അവിടെ എഴുതാം. അവസാനം എല്ലാം തമ്മിൽ ആഡ് ചെയ്യാം. തൊട്ട് മുന്നേ ഞാൻ സൂചിപ്പിച്ച അതേപോലെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത ആൻസറുകൾ എഴുതി എല്ലാം ആഡ് ചെയ്താൽ കിട്ടുന്നത് 1350 ആണ്. അപ്പൊ നമുക്ക് എക്സ് ബാർ എന്ന് പറയുന്ന കാര്യം എങ്ങനെ എഴുതാം? 1350/50 which is equal to 27. അപ്പൊ എക്സ് ബാർ എന്ന് പറയുന്ന കാര്യം കണ്ടെത്തൽ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് വേണ്ടത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറയുന്ന കാര്യമാണ്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ പറയുമ്പോൾ നമ്മൾക്ക് കൂടുതൽ കോളംസുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഇപ്പൊ എക്സ് ബാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറയുന്ന ഒരു കോളം ക്രിയേറ്റ് ചെയ്യാനുണ്ട്. എഫ് ഐ ഇൻറ്റു മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞ കോളം ക്രിയേറ്റ് ചെയ്യാനുണ്ട്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഫോർമുല എന്താ? സിഗ്മ എഫ് ഐ ഇൻറ്റു മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ബൈ ക്യാപിറ്റൽ എൻ. അപ്പൊ നമ്മൾക്ക് ഇവിടെ എക്സ് ബാർ കിട്ടിക്കഴിഞ്ഞു. എക്സ് ബാർ എന്ന് പറയുന്നത് 27 ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ കോളംസുകൾ പുതുത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നതാണ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം എഫ് ഐ ഇൻറ്റു മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യും. അത് ആഡ് ചെയ്യും. എന്നിട്ട് എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഞാനൊരു ഫോർമാറ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞ കാര്യമാണ്. ഇത് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എക്സ് ഐകളിൽ നിന്ന് 27 മൈനസ് ചെയ്യുക. കാരണം എക്സ് ബാർ 27 ആണ്. 27 മൈനസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആൻസർ കിട്ടുകയാണെങ്കിലും നിങ്ങൾ പോസിറ്റീവ് എഴുതിയാൽ മതി. അപ്പോൾ 5 - 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ 22 എഴുതാം. 15 - 27 എന്ന് പറഞ്ഞാൽ 12 എഴുതാം. 25 - 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എഴുതാം. 35 - 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 എഴുതാം. 45 - 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 എഴുതാം. അപ്പൊ മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞ കാര്യം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. തൊട്ടടുത്ത് എഫ് ഐ ഇൻറ്റു മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞ കാര്യം ക്രിയേറ്റ് ചെയ്യുക. അടുത്ത കോളമാണ്. എങ്ങനെയാണ് ആ കോളം ക്രിയേറ്റ് ചെയ്യേണ്ടത്? മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറയുന്ന ഈ ഒരു കോളവും ഫ്രീക്വൻസി എന്ന് പറഞ്ഞ കോളവും നോക്കുക. കറസ്പോണ്ടിങ് ആയി കാണുന്ന നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഏതൊക്കെ നമ്പറുകൾ വരിക? ഇവിടെ 5 ഉണ്ട്, ഇവിടെ 22 ഉണ്ട്. 5 × 22 equal to 8 × 12 equal to 15 × 2 equal to 16 × 8 equal to 6 × 18. അപ്പൊ അതിന്റെ സ്റ്റെപ്പുകളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അടുത്ത നിങ്ങളിത് കാൽക്കുലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയി നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. ആ ആൻസർ എഴുതുക, അതെല്ലാം ആഡ് ചെയ്യുക. ആഡ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? സിഗ്മ എഫ് ഐ മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ആണ് നമുക്ക് കിട്ടേണ്ടത്. മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ കിട്ടുന്നത് 472 എന്ന് പറയുന്ന ആൻസർ ആണ് വരിക. അങ്ങനെയാണെങ്കിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറയുന്നത് 472/50 9.44. അപ്പൊ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? നമ്മൾ മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറയുന്ന ഒരു കോളം ക്രിയേറ്റ് ചെയ്തു. എഫ് ഐ ഇൻറ്റു മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞ കോളം ക്രിയേറ്റ് ചെയ്തു. ഈ കോളം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറയുന്ന കോളവും ഫ്രീക്വൻസി എന്ന് പറയുന്ന കോളവും ഒബ്സർവ് ചെയ്യുക. കറസ്പോണ്ടിങ് ആയി കാണുന്ന നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ആ മൾട്ടിപ്ലിക്കേഷന്റെ കാര്യമാണ് ഇവിടെ സ്റ്റെപ്പ് വൈസ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 110, 96, 30, 128, 108 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. എല്ലാം ആഡ് ചെയ്യുമ്പോൾ 472 കിട്ടുന്നു. അപ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറയുന്നത്
472/50, അതായത് 9.44 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നു. ഇനി നമുക്ക് വാരിയൻസ് കാണണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. വാരിയൻസിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ XI എന്ന് പറയുന്ന കോളം വേണം, അതുപോലെ തന്നെ XI FI എന്ന് പറയുന്ന കാര്യം വേണം. കാരണം വാരിയൻസിന്റെ ഫോർമുല വാരിയൻസ് ഈക്വൽ ടു സിഗ്മ XI സ്ക്വയർ FI ബൈ ക്യാപിറ്റൽ N മൈനസ് X ബാർ സ്ക്വയർ ആണ്. ഇതിൽ X ബാർ എന്ന് പറയുന്നത് 27 ആണെന്ന് നമുക്കറിയാം, ക്യാപിറ്റൽ N എന്ന് പറയുന്നത് 50 ആണെന്ന് പറയാം. സിഗ്മ XI സ്ക്വയർ FI എന്ന് പറയുന്ന കാര്യം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് എന്ത് ചെയ്യണം? XI FI എന്ന് പറയുന്ന കാര്യം വേണം. XI FI എന്ന് പറയുന്ന കാര്യം തൊട്ട് മുമ്പേ നമ്മൾ കണ്ടെത്തിയിരുന്നു. ഏത് കാണാൻ വേണ്ടി? X ബാർ കാണാൻ വേണ്ടിയിട്ട്. ആ കോളം ഞാൻ വീണ്ടും ഇവിടെ ഒന്ന് എഴുതുകയാണ്. നമുക്ക് വേണ്ടത് സിഗ്മ XI സ്ക്വയർ FI ആണ്. അപ്പൊ XI സ്ക്വയർ FI എന്ന് പറയുന്ന ഒരു കോളം കിട്ടണം. XI സ്ക്വയർ FI എന്ന് പറയുന്ന കോളം ക്രിയേറ്റ് ചെയ്യണം. XI സ്ക്വയർ FI ചെയ്യണമെന്നുണ്ടെങ്കിൽ XI FI എന്ന് പറയുന്ന കോളവും XI എന്ന് പറയുന്ന കോളവും ഒബ്സർവ് ചെയ്യുക. രണ്ടിലും കറസ്പോണ്ടിങ് ആയി കാണുന്ന നമ്പറുകൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം? 5 × 25 ചെയ്യണം, 15 × 120 ചെയ്യണം, 25 × 375 ചെയ്യണം, 35 × 560 ചെയ്യണം, 45 × 270 വേണം. കാൽക്കുലേറ്റർ എടുക്കുക, ഓരോന്നോരോന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ ആൻസർ എഴുതുക, എന്നിട്ട് അതെല്ലാം ആഡ് ചെയ്യുക. സിഗ്മ XI സ്ക്വയർ FI ഉണ്ട്. തൊട്ട് മുന്നേ ഞാൻ സൂചിപ്പിച്ച പോലെ 5 × 25, 15 × 120, 25 × 375, 35 × 560, 45 × 270. അതിന്റെ ആൻസർ അവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാം ആഡ് ചെയ്തപ്പോൾ 43,050 ആണ് ആൻസർ വരിക. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇവിടേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 43,050 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 തന്നെയാണ്. മൈനസ് X ബാർ എന്ന് പറയുന്നത് 27 ആണ്. അപ്പൊ X ബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 27 സ്ക്വയർ വരുന്നു. ഈ ഒരു കാര്യം സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 132 എന്ന് പറയുന്ന കാര്യമാണ്. ഇത് വാരിയൻസ് ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്ത് വരുന്നു? √132 ഈക്വൽ ടു 11.49. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് ഇന്റർവെല്ലും ഫ്രീക്വൻസിയും തന്നിട്ട് മീൻ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വാരിയൻസ് എന്നീ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിലും ആദ്യം നമ്മൾ വാരിയൻസ് കാണണം, പിന്നെ അതിന്റെ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന കാര്യം എടുത്തിട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയും മോഡൽ ക്വസ്റ്റ്യൻസുകളാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് നിലനിൽക്കുന്നത്. ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിലാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറയുന്ന കാര്യം നിലനിൽക്കുന്നത്. അതുകൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇതേ മോഡൽ ചോദ്യങ്ങളിൽ, അതായത് ഗ്രൂപ്പ്ഡ് ഡാറ്റയിലും അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിലും ആയിട്ട് വരുന്ന മോഡൽസുകൾ പറയുമ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻ ആണ് ആകെ ചെയ്തിട്ടുള്ളൂ. ആ 3 ക്വസ്റ്റ്യനിൽ ഒരുവിധ എല്ലാ ഉപചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ എങ്ങനെ കാണാം, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എങ്ങനെ കാണാം, വാരിയൻസ് എങ്ങനെ കാണാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കാണാം എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗ്രൂപ്പ്ഡ് ഡാറ്റ 2 രീതിയിൽ തരാം. ഒബ്സർവേഷൻസുകൾ തരാം, കറസ്പോണ്ടിങ് ഫ്രീക്വൻസി തരാം, ക്ലാസ് ഇന്റർവെല് തരാം, ഫ്രീക്വൻസി തരാം. ഏത് മോഡലിലുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിലും മീൻ കാണുക, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക, വാരിയൻസ് കാണുക എന്നുള്ളതെല്ലാം എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ എക്സാമ്പിൾ സഹിതം വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു പഠിക്കുക. ഇത്തരം ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുമ്പോൾ ഫോർമുല ആദ്യം ബൈഹാർട്ട് ചെയ്ത് വെക്കുക, അതിനുശേഷം ക്വസ്റ്റ്യൻ എടുക്കുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ തനിയെ ചെയ്യുന്നു, നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ കിട്ടിയതിനു ശേഷം സോൾവ്ഡ് ആയി കിടക്കുന്നതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. അങ്ങനെ വേണം ശരിക്കും ഇത് പഠിക്കാൻ. എങ്കിലാണ് അത് കൃത്യമായി നമുക്ക് 6 മാർക്കും ഉറപ്പിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. കാരണം ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അങ്ങോട്ടും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്ക് പെട്ടെന്ന് പോവുകയും ചെയ്യും. അപ്പോൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ ക്വസ്റ്റ്യൻസുകളിൽ ക്വസ്റ്റ്യൻ മാത്രം എടുക്കുക, എന്നിട്ട് നിങ്ങൾ തനിയെ ചെയ്യുക. അതേ ആൻസറിലേക്ക് തന്നെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് ക്ലിയർ ആയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. അതെപ്പോഴും ഒരു ചോദ്യത്തിൽ മാത്രം നിർത്തരുത്. ഇങ്ങനെ 1-2 ചോദ്യങ്ങൾ ചെയ്തു നോക്കുന്നത് വളരെയധികം നല്ലതാണ്. ചെയ്തു നോക്കുമ്പോൾ എൻ്റെ ഒരു സജഷൻ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഓൾറെഡി സോൾവ്ഡ് ആയി കിടക്കുന്ന ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയതിന് ശേഷം വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്യുമ്പോൾ ഒരേപോലെയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്നത് കറക്റ്റാണ്, നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയെന്നും അതിൻ്റെ ആ മാർക്ക് മുഴുവൻ സ്കോർ ചെയ്യാൻ പറ്റുമെന്നും നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലതുപോലെ അത് ചെയ്തു പഠിക്കുക.
സ്റ്റാറ്റിസ്റ്റിക്സിലെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. പുതിയൊരു ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.